ഭക്തി ശ്രേഷ്ഠതയുടെ നിറവിൽ 32 വർഷക്കാലം ഇരിങ്ങാലക്കുട രൂപതയിലെ വിശ്വാസി സമൂഹത്തെ നയിച്ച് സ്ഥാനമൊഴിയുന്ന മാർ പഴയാറ്റിൽ പിതാവുമായിട്ടുള്ള അഭിമുഖം നമുക്ക് ദർശിക്കാം. കൃത്യനിഷ്ഠതയുടെ കാര്യത്തിൽ, ഭക്തിയുടെ കാര്യത്തിൽ, ആത്മീയ ചൈതന്യത്തിന്റെ കാര്യത്തിൽ എന്നിവയിലെല്ലാം ഇരിങ്ങാലക്കുടയിലെ വിശ്വാസ സമൂഹത്തിന്റെ മുന്നിൽ ഞങ്ങൾക്കൊരു മാതൃക ഉണ്ട്, അനുകരിക്കാവുന്നൊരു മാതൃക ഞങ്ങളുടെ മുന്നിലുണ്ട് എന്നൊരു ആത്മവിശ്വാസം അവരിൽ ഉളവാക്കിക്കൊണ്ടാണ് പിതാവ് ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിയുന്നത്. പിതാവ് ഈ ദൈവ വിളിക്ക് പിതാവിന് പ്രചോദനമായിട്ടുള്ള എന്തെങ്കിലും പ്രത്യേക സംഭവങ്ങളോ? ഞാൻ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ എൻ്റെ അമ്മ മരിച്ചു. 7 വയസ്സ് പ്രായത്തിൽ. ഞാൻ പഠിച്ച വിദ്യാലയവുമായി ബന്ധപ്പെട്ടുകൊണ്ടും അവിടെ ദേവാലയം ബന്ധപ്പെട്ടുകൊണ്ടൊക്കെ ഈശോയുടെ തിരു ശരണം വെച്ച് മുന്നോട്ട് പോകുന്നൊരു അനുഭവത്തിലേക്ക് എന്നെ പ്രത്യാനയിക്കേണ്ടതായിട്ടുണ്ട്. ചെറുപ്പമായിരിക്കുമ്പോൾ ഒരു ധ്യാനത്തിലൂടെ ചെറുപ്പമായ ചിലർ എങ്ങനെ മരിച്ച് വിശുദ്ധരായി, അത് എനിക്ക് വലിയ ഒരനുഭവവും ഒരു അനുകരണീയമായ ഒരു മാതൃകയായി ഞാൻ കാണേണ്ടതായിട്ടുണ്ട്. 10ാം ക്ലാസ് പാസ്സാവുന്ന സന്ദർഭത്തിൽ ഒരു നല്ല മാർക്കോടെ പാസ്സാവുന്ന ധാരണ വീട്ടുകാർക്കുണ്ടായിരുന്നു. അപ്പം എൻ്റെ ഫാദർ ചോദിക്കുകയുണ്ടായി, എന്താണ് ആഗ്രഹിക്കുന്നത് ഇത് കഴിഞ്ഞാൽ? 2 കാര്യങ്ങൾ പറയുകയുണ്ടായി. ഒന്ന്, ഒരു വൈദികനാകാൻ പഠിച്ചാൽ കൊള്ളുന്ന ആഗ്രഹമുണ്ട്. 2, കോളേജിലും പഠിക്കാൻ താല്പര്യമില്ലായകയില്ല. പ്രഥമ അമരക്കാരനായിട്ട് പിതാവിനെ നിയോഗിച്ചപ്പോൾ ആ ദൈവ നിയോഗത്തെ പിതാവ് എങ്ങനെയാണ് നോക്കി കണ്ടത്? ഞാൻ ഇത്രയേ ഉള്ളൂ. എന്നോട് പലരും ചോദിക്കുമായിരുന്നു, എനിക്ക് കൂടുതൽ സന്തോഷമാണോ, ആനന്ദമാണോ, ദുഃഖമാണോ, പ്രയാസങ്ങളൊക്കെ ഫീൽ ചെയ്യണ്ടോന്നൊക്കെ. ഞാൻ പറഞ്ഞു, എനിക്കൊന്നുമില്ല. ഞാൻ എന്നെന്നും എന്നെ ഏൽപ്പിയ ഉത്തരവാദിത്വം മനസ്സരിച്ച് ചെയ്യുന്നവനാണ്. അത് മറ്റൊരു വ്യാഖ്യാനം നോക്കാറില്ല. അവരുടെ അഭിപ്രായത്തെ അത്ര വില കൽപ്പിക്കാറുമില്ല. പക്ഷെ എനിക്കൊരു മനസ്സാക്ഷിയുണ്ട്, എന്നെ വീക്ഷിക്കുന്ന ദൈവമുണ്ട്. എൻ്റെ ഉത്തരവാദിത്വം വ്യക്തമായി ചെയ്യാൻ ശ്രമിക്കുമായിരുന്നു. ദാറ്റ് ഈസ് ദയർ. കൃത്യനിഷ്ഠതയുടെ കാര്യത്തിൽ പിതാവ് ഒരിക്കലും ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ലായിരുന്നു. അല്ല, അതൊരു അസാധാരണമായ ഒരു സംഭവമാണ്. ഇരിങ്ങാലക്കുടയുടെ മെത്രാനായിട്ട് ചാർജ് എടുത്ത സമയത്ത് ഒരുപാട് പ്രതീക്ഷകളും ലക്ഷ്യങ്ങളും പിതാവിനുണ്ടായി കാണും. ആ ലക്ഷ്യങ്ങളും പ്രതീക്ഷകളും പൂർത്തീകരിക്കാൻ കഴിഞ്ഞത്? എനിക്ക് ഏറെ വലിയ സ്വപ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, വലിയ പ്രതീക്ഷകളും ഉണ്ടായിരുന്നില്ല. വരുന്ന സാഹചര്യത്തിൽ ദൈവം ആഗ്രഹിക്കുന്നത് പോലെ ദൈവത്തിൻ്റെ ജനത്തിന്, ഇത് പറയുമ്പോൾ എല്ലാവരെയും കണക്കിലെടുത്ത് തന്നെയാണ്, എന്ത് നന്മ ചെയ്യാൻ പറ്റുമോ അത് ചെയ്യാവുന്ന മാക്സിമം ചെയ്യുക ഞാൻ ചിന്തിച്ചുള്ളൂ. ഇന്ന സൗകര്യങ്ങളും ഇന്ന സ്ഥാപനങ്ങളും അത് എൻ്റെ മനസ്സിൽ കണ്ടിട്ടില്ല. ഒരു കണക്കിന് പറയുകയാണെങ്കിൽ ആവശ്യം വേണ്ട സംവിധാനവും സ്ഥാപനം കൊണ്ടാണ് ആഗ്രഹിക്കുമ്പോഴും അവരൊരു പ്ലാനിങ് നടത്തുമ്പോഴും അതിലേക്ക് യാതൊരു വകയും ഉണ്ടായിട്ടില്ല. പക്ഷെ ഞാൻ ചിന്തിക്കാറുണ്ട്, ഇത് ആവശ്യപ്പെടുന്ന കാര്യമാണ്, ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയുള്ളതാണ്, തുടങ്ങുക. അതിനൊന്നുമില്ലാത്ത അവസ്ഥയിൽ പോലും ആവശ്യം വേണ്ട കാര്യം മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ നീങ്ങിയിട്ടുണ്ട്. ഞാൻ യുവജനങ്ങളുമായി ധാരാളം ബന്ധപ്പെട്ട വ്യക്തിയായിരുന്നു. ഐക്യഫിലൂടെയും ഇതര യുവജന പ്രസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ. അപ്പോഴും എനിക്ക് വലിയ ആഗ്രഹം ഇവിടെ വരുമ്പോഴും നമ്മുടെ യുവജനങ്ങൾക്ക് എന്തെങ്കിലും നന്മ ചെയ്യാൻ സാധിച്ചിരുന്നെങ്കിലെന്ന്. ഒരുപക്ഷെ ഭാരിച്ച ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്ന സാഹചര്യമാണ് ഒരു PH കോളേജ് സ്റ്റാർട്ട് ചെയ്യുക എന്ന് പറഞ്ഞതും, ഒരു ഫാർമസി കോളേജ് സ്റ്റാർട്ട് ചെയ്യുക എന്ന് പറയുന്നു, BSc നഴ്സിംഗ് കോളേജ് സ്റ്റാർട്ട് ചെയ്യുക എന്ന് പറയുന്നു, ഈവൻ TTC കോളേജ് സ്റ്റാർട്ട് ചെയ്യുക പറയുന്നു, എഞ്ചിനീയറിംഗ് കോളേജ് സ്റ്റാർട്ട് ചെയ്യുക എന്ന് പറയുന്നു. ഒരു കണക്ക് പറഞ്ഞാൽ എഞ്ചിനീയറിംഗ് കോളേജ് കോടിക്കണക്കിന് രൂപയുടെ കടബാധ്യതകളാണ്. പക്ഷെ ഇതിനൊക്കെ പ്രേരണ എനിക്ക് നൽകിയതെന്ന് വെച്ചാൽ, നമ്മുടെ യുവജനങ്ങൾക്ക് പ്രതീക്ഷ കൊടുക്കണം. അവർ പഠിച്ചുയർന്ന് ഒരു ജോലി കണ്ടെത്താൻ സാധ്യതയിൽ കടന്നു വരണം. സത്യത്തിൽ ഇതൊക്കെ തുടങ്ങാൻ കാരണം ആ ഒറ്റൊരു ചിന്ത മാത്രമാണ്.